ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നീതു ജോൺസൺ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ട്രിക്കുമായിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു 10 ദിവസം നല്ല അടിപൊളിയാണ്, നല്ല ഹാപ്പിയാണ് എങ്കിൽ 2 ദിവസം നല്ല കെട്ട ദിവസമായിരിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്ക് ജീവിക്കണ്ട എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, റൈറ്റ്? അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഒരു കാര്യം എന്താ അറിയോ? ആണായാലും പെണ്ണായാലും നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് യാത്ര പോവുക, കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരിക്കുക, അവിടുത്തെ പുല്ലിനെ വരെ ആസ്വദിക്കുക, കണ്ടാസ്വദിക്കുക. അങ്ങനെ കണ്ടാസ്വദിക്കുമ്പോൾ നമ്മുടെ ടെൻഷനെല്ലാം പറന്ന് പോകുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമുക്കിഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കഴിക്കുക. നമുക്ക് എന്ത് ഭക്ഷണമാണേലും അപ്പം അതിന് വേണ്ടിയിട്ടും മണി വേണം അല്ലേ? അത് കുറച്ച് നേരത്തെ സേവ് ചെയ്ത് വെക്കണം, റൈറ്റ്? സോ കുറച്ച് പൈസ എടുത്ത് സേവ് ചെയ്ത് വെക്കുക. നമുക്കിത് പറഞ്ഞ പോലെ വളരെ ടെൻഷൻ വന്ന് മുറുകി നിൽക്കുന്ന സമയത്ത് ആ പൈസ എടുക്കുക, ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക, കുറച്ച് നേരം വിശ്രമിക്കുക, കണ്ടാസ്വദിക്കുക. അതിനുശേഷം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി കഴിക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡിൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ആർക്ക് എന്ത് രീതിയാണെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിക്കുക. ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങണു, നിങ്ങൾ വാങ്ങൂ. ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾ ഒരുപാട് നാൾ വാങ്ങാതെ വെച്ചിരുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചെറിയ പൈസയ്ക്ക്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക്, ആ പൈസയ്ക്ക് അങ്ങനെയുള്ള സാധനം അവിടെ അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങൂ. നിങ്ങളുടെ ടെൻഷനൊക്കെ മാറി മറിയുന്നത് കാണാം, റൈറ്റ്? സോ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ടെൻഷനൊന്നും ഒന്നുമേ അല്ല. പിന്നെ നമ്മൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ ടെൻഷനെ കുറിച്ച് ആലോചിക്കുക. അപ്പം നമ്മുടെ ടെൻഷൻ ഒന്നുമില്ല, നമുക്ക് തന്നെ മനസ്സിലാവും, റൈറ്റ്? സോ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നിങ്ങളുടെ ടെൻഷൻ പെട്ടെന്ന് മാറുന്നതായിരിക്കും. എങ്ങനെ പോയാലും സത്യം പറയാലോ, നമ്മുടെ ഒരു പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒരു 10 ദിവസം അടിപൊളിയാണെങ്കിൽ 2 ദിവസം നമുക്ക് സങ്കടം ഉണ്ടായിരിക്കും, സ്വാഭാവികമാണ്. ആ സങ്കടത്തിനെ എങ്ങനെ നേരിടാം എന്നതാണ് നമ്മുടെ ഏറ്റവും ചലഞ്ചിങ് ആയ കാര്യം. അത് നമ്മളെ തന്നെ സ്നേഹിച്ച് നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷനും നമുക്ക് പെട്ടെന്ന് നേരിടാൻ പറ്റും, റൈറ്റ്? സോ എല്ലാ ടെൻഷനും മാറി എല്ലാവരും എല്ലായ്പ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ. ബൈ.